എല്ലാവർക്കും നമസ്കാരം. കുക്ക് ക്രാഫ്റ്റ് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഏകദേശം ഈ റൂട്ട് കാണുമ്പോൾ തന്നെ ഇത് ഏതാണ് സ്ഥലമെന്ന് കുറേ പേർക്കെങ്കിലും ഊഹിക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇത് ഷിംല മണാലി റൂട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷിംല വഴി മണാലിയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയത് കൊച്ചിയിൽ നിന്നാണ്. അവിടെ നിന്ന് ഫ്ലൈറ്റിന് ഡൽഹി വന്നു. ഡൽഹിയിൽ നിന്ന് ഒരു റെൻ്റ് കാറിൽ ഇപ്പോൾ മണാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ലോക്ക്ഡൗണിനൊക്കെ മുമ്പ് നടത്തിയൊരു യാത്രയാണ്. ഒരു ഡിസംബറിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഷിംലയിൽ സീസണിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് രേഖപ്പെടുത്തുന്ന ഒരു സമയത്താണ് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും ഇറങ്ങി അവിടുത്തെ സീസൺ എന്ന് പറയാൻ പറ്റില്ല, കാരണം മിക്ക റോഡുകളും മഞ്ഞ് മൂടി കിടക്കായിരുന്നു. വളരെ സൂക്ഷിച്ചാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് ഡ്രൈവർ. ചില സ്ഥലത്തൊക്കെ രാത്രി പോലെ നമുക്ക് ഫോഗ് ലൈറ്റൊക്കെ ഇട്ട് വളരെ പതുക്കെ പോകാൻ പറ്റില്ല, കാരണം വിഷനൊന്നും ഒരുപാട് ദൂരത്തേക്കൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വന്ന ഉടനെ. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് സ്വെറ്ററൊക്കെ വാങ്ങി ഇപ്പോഴാണ് കുറച്ചൊരു ആശ്വാസമായത്. ഇവിടെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, മണാലി ഉള്ള ദൂരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം മണാലിയിലോട്ട് കിടക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് അധികം ദൂരമില്ല മണാലിയിലോട്ട്. ഇവിടെ കാറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയിലൊക്കെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും മഞ്ഞ് വന്ന് അടിങ്ങിയിരിക്കുക. അതൊറ്റ രാത്രി കൊണ്ടൊക്കെ അടിയണ മഞ്ഞാണത്. ഇവിടെ കടകൾ അതിലേക്ക് മുകളിൽ മഞ്ഞിൻ്റെ പാളികൾ ഇങ്ങനെ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. വളരെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുക. അതുപോലെ നമുക്ക് മലകൾ കാണാൻ പറ്റും മഞ്ഞ് മൂടി കിടക്കുന്നത്. അതുപോലെ മരങ്ങളിലെല്ലാം മഞ്ഞ് മൂടി കിടക്കുകയാണ് ഇവിടെ. അതുപോലെ നല്ല രസമുള്ള കാഴ്ചകളാണ്. പക്ഷെ തണുപ്പ് നമ്മൾ കാറിൻ്റെ ഉള്ളിൽ ചൂടുള്ള കാറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ സാധാരണ AC നേരെ ഓപ്പോസിറ്റ് നോബ് തിരിച്ച് മാക്സിമം ചൂടുള്ള കാറ്റ് വരുന്ന രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു പരിധി വരെ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് കാറിനകത്ത് ഇരിക്കാൻ പറ്റുന്നത്. അതുപോലെ ഇവിടെയൊക്കെ റൂമുകളിലെല്ലാം ഹീറ്റ് ചെയ്യാനുള്ള ഹീറ്ററുകൾ, റൂം ഹീറ്റ് ചെയ്യാനുള്ള ഹീറ്ററുകൾ അവൈലബിൾ ആയിരിക്കും. അല്ലാതെ നമുക്കവിടെ റൂമിൽ ഭയങ്കര പാടായിരിക്കും. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും സൈഡിൽ മുഴുവൻ മഞ്ഞിൻ്റെ ഒരു കാഴ്ച കാണാം. മരത്തിലാണെങ്കിലും വീടുകളിൽ കാറുകളിലൊക്കെ മഞ്ഞ് വന്ന് മൂടി കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റുക. അത് ഭയങ്കര രസമാണ് നമുക്ക് കാണാൻ. പക്ഷെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് കുറച്ച് സൂക്ഷിക്കണം എന്ന് മാത്രം. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സമയം ഈ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടിരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ മണാലിയിലെത്തിയിട്ട് അവിടെ ഒരു പാരാഗ്ലൈഡിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുന്നവരെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം.
ഇവിടെയൊക്കെ നമ്മൾ കാർ ഒരു ദിവസം രാത്രി പാർക്ക് ചെയ്തിട്ട് രാവിലെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞ് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ വണ്ടി ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഫുള്ള് മഞ്ഞ് വന്നിട്ട് മൂടി ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു കാറിൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു മഞ്ഞ് പാളിയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. രാവിലെ ആ മഞ്ഞ് മുഴുവൻ നമ്മൾ തന്നെ മാറ്റിയതിന് ശേഷം നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ.
എത്താറായിട്ടുണ്ട്. ഇവിടെ നല്ല കുറേ മഞ്ഞിൻ്റെ കാഴ്ചകൾ ഇവിടെ സൈഡിൽ ഇപ്പോഴും നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര ഒരിക്കലും നമുക്ക് ബോറടിക്കില്ല. നമുക്ക് രണ്ട് സൈഡും ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി. വണ്ടി എത്ര പതുക്കെ പോവുകയാണെങ്കിലും നമുക്ക് ഒരിക്കലും ബോറടിക്കാത്തൊരു യാത്രയാണത്. നമ്മളിപ്പോൾ പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലത്താണുള്ളത്, മണാലിയിലെ. ഇവിടെ ബാക്കിലെ പാരച്യൂട്ട് വരെ അങ്ങനെ കിടത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറേ വയേഴ്സ് നമ്മളതിലോട്ട് ഘടിപ്പിക്കുക. നമ്മളെ ഒരു ചെയർ പോലത്തെ സെറ്റപ്പിൽ ഇരുത്തി അതിൽ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് ഈ കയറെല്ലാം ഘടിപ്പിച്ച് നമ്മുടെ പുറകിൽ തന്നെ ഇത് റൈഡ് ചെയ്യാനുള്ള ഒരാളും ഉണ്ടാവും. നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കും, നമ്മുടെ പുറകിൽ ഇത് കൺട്രോൾ ചെയ്യാൻ ഒരാളും ഉണ്ടാവും. എന്നിട്ട് ഇവർ ഇവിടുന്ന് 3-4 പേര് ഇവിടുന്ന് സ്പീഡിൽ ഓടും. നമ്മളെ തള്ളിയും കൊണ്ട് സ്പീഡിൽ ഓടിയിട്ട് ഒരു മലയുടെ ഏകദേശം മുകളിലായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് നമ്മൾ. ഇവിടെ നിന്ന് ഓടി ആകുമ്പോൾ ആ ബാക്കിലെ പാരച്യൂട്ട് ഇങ്ങനെ പൊങ്ങി വരും. അല്ല ഇങ്ങനെ ഓടുമ്പോൾ ആ ബാക്കിലെ പാരച്യൂട്ട് പൊങ്ങി അതങ്ങോട്ട് സ്റ്റഡി ആവും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അയാളെ കൺട്രോൾ ചെയ്ത് അങ്ങനെ താഴോട്ട് കൊണ്ടുപോകും. അത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചിട്ടാണ് എത്ര സമയം എയറിൽ അങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെ, എത്ര ഹൈറ്റ് പോകണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതെല്ലാം അതിനനുസരിച്ചിട്ട് അവിടെ നമ്മൾ താഴെ കൊണ്ടിറക്കും. അപ്പോഴേക്കും അത് പോയ ഉടനെയാണല്ലോ അടുത്ത പാരച്യൂട്ട് അവർ സെറ്റാക്കി വെച്ചു. ആളെ ഇരുത്തി ഇതേപോലെ ഓടിയിട്ട് അത് പൊങ്ങുമ്പോൾ അവരും അതുപോലെ അങ്ങനെ താഴോട്ട് പോകും. അത് നിവർന്നു അത് സ്റ്റഡിയായി. അത് പിന്നെ നമ്മുടെ പുറകിലിരിക്കുന്ന ആളെ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് താഴോട്ട് കൊണ്ടുപോകും. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാരാഗ്ലൈഡിങ്, അതുപോലെ താഴെ നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലേറ്റവും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ പാരാഗ്ലൈഡിങ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.